ഇല്ല, സന്തോഷം. കാരണം വര തുടങ്ങിയിട്ട് 11 വർഷമായി. 11 വർഷമായിട്ടുള്ള മുടങ്ങാതുള്ള ഒരു ചടങ്ങാണ് ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനും കണ്ണനൊരു ഫോട്ടോ സമ്മാനിക്കുക അല്ലെ സമർപ്പിക്കുക എന്നുള്ളത്. അത് ഈ വർഷവും മുടങ്ങാതെ കൊണ്ടുവന്നു. ഈ വർഷം എന്നെക്കാട്ടിലും ഹൈറ്റ് ഉള്ള ഒരു ഫോട്ടോ, അതെന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നെക്കാട്ടിലും പൊക്കമുള്ളൊരു ഫോട്ടോ വരച്ചു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വർഷം ഇങ്ങനെ ഒരു കാരണങ്ങളും ഇല്ലാതെയാണ് വരച്ചു തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ കണ്ണനായിട്ട് എനിക്കൊരു കാരണം തന്നു. പലർക്കും പല രീതിയിലുള്ള സംസാരമാണ്, ഞാൻ ഒരൊറ്റ മോഡൽ മാത്രമേ വരയ്ക്കുള്ളൂ എന്നുള്ളത്. അപ്പം ഞാൻ കരുതി ആ നാട്ടുകാരുടെ പരിഭവം അങ്ങ് മാറ്റിയേക്കാം. ഇനിയുള്ള മുന്നോട്ടുള്ള ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനൊക്കെ കണ്ണന്റെ പല രൂപങ്ങളും ഭാവങ്ങളും ഞാൻ വരയ്ക്കും. ഈ ഒരു രൂപം എന്ന് വെച്ചാൽ ഈ ഒരു വെണ്ണക്കണ്ണൻ ഈ ഒരു വർഷം കൂടിയേ കൊടുക്കുള്ളൂ. പിന്നെ ബാക്കി ഉണ്ണിക്കണ്ണന്മാര് തന്നെയായിരിക്കും, വേറെ രൂപത്തിലും ഭാവത്തിലുമാണ് ഗുരുവായൂർ കണ്ണനെ ഞാൻ സമർപ്പിക്കുക. ഞാൻ കോപ്പിയാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. മറ്റു സ്ഥലത്ത് നിന്ന് വരച്ചിട്ട് ഞാൻ കോപ്പി എടുക്കുകയാണ് എന്നൊക്കെ. അപ്പൊ ജനങ്ങള് തീരുമാനിക്കട്ടെ എത്രയും വലുത് ആർക്ക് എങ്ങനെ കോപ്പി എടുക്കാൻ പറ്റും എന്നുള്ളത്. അതിനുള്ളൊരു വാശിയായിട്ട് തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും. കാരണം എങ്ങനെയാ ഇത്ര വലുത് ഒരാൾക്ക് കോപ്പി എടുക്കാൻ പറ്റുക എന്നുള്ളതും കൂടി ഒരു പറയട്ടെ. ചെറുതൊക്കെയാണ്. പടച്ചോനാണ് സ്വയം വരയ്ക്കുന്നത്. കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് സമൂഹത്തെ പറ്റിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ പറ്റും. അത്രമാത്രം കൂട്ടിയാൽ 11 വർഷമായി ഞാൻ ഈ കണ്ണനെയും കൊണ്ട് നടക്കുന്നത്. 11 വർഷമായി. അതിന്റെ പേരിൽ എനിക്കേക്കാത്ത പേരുകളില്ല, ആവാത്ത ആളായില്ല. ഒക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഏകദേശം 2.5 മാസം എനിക്ക് പറയുന്നത്. ഇത് അക്രലിക് ഷീറ്റാണ് സംഭവം. അതിന്റെ മുകളിൽ ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ചിട്ടാണ്. ഈ അക്രലിക് ഷീറ്റ് ആയതുകൊണ്ടാണ് പലരും കോപ്പിയാന്ന് പറയാൻ കാരണം. പക്ഷെ അവർക്കറിയില്ല അക്രലിക് ഷീറ്റിന്റെ മുകളിൽ അല്ലാതെയും വരയ്ക്കാം. എത്ര ആൾക്കാർ ഈ ജനാലന്റെ ഡിസൈൻ ഒക്കെ ചെയ്യുന്നുണ്ട്, അവരൊക്കെ കോപ്പി ചെയ്തിട്ടാ.